വരുന്ന വരവ് നോക്കിക്കോ. ഇവനെ കളിപ്പിക്കണത് ഓനിക്കിഷ്ടല്ല. കേട്ടോക്ക് ബാ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ദേഷ്യപ്പെടും. അപ്പൊ കുറെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്നിപ്പോ നമ്മള് റമദാൻ മാസത്തില് ഹൗസ് ഡ്രൈവറിന്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ രാവിലെ തന്നെ എണീറ്റു. ഇപ്പോൾ രാവിലെ നേരത്തെ കാലത്തെ മദ്രസ കാര്യങ്ങളൊന്നുമില്ല, നേരം വൈകിട്ടാണ്. അതേപോലെ തന്നെ റമദാൻ മാസം നേരം വൈകിട്ടാണ് മദ്രസൊക്കെ കഴിയുക. അപ്പോൾ ഇനി ആദ്യം നമ്മൾ മാഡത്തിനെ പോയി മാഡത്തിന് കുട്ടികളെ എടുത്തിട്ട് മദ്രസയെ കൊണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് പോവാം. അങ്ങനെ അതാ നമ്മളിതാ മാഡത്തിനെയും കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അവരെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെ എടുത്തിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ. അതാണ് നമ്മളെ മറ്റേ സലാഹിൻ്റെ മുഹമ്മദ് സലാഹിൻ്റെ ആളാണ്. അങ്ങനെ അതാ മാഡത്തിനെ കൊണ്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇവിടെ നേരെ വീട്ടിലേക്ക് ലൈറ്റാ. ഇത് നമ്മളെ കഫീലിൻ്റെ ഏട്ടൻ്റെ ബൈക്കിൻ്റെ അത് കഴുകാൻ നമ്മളിപ്പോൾ വരും ഇസ്ലാം. അത് വേഗം കഴുകിക്കോളും. ബാക്കിയുള്ള വണ്ടികളെ നമ്മൾ നോക്കിയാൽ മതി. ഇതാണ് നമ്മളെ ഇസ്ലാം, നമ്മളെ പള്ളിയിലുള്ള പണിക്കാരനാണ്. ഇവൻ്റെ സൈഡ് ബിസിനസ്സാണത്. ഇങ്ങനത്തെ പണി നമുക്ക് ഒരു പണി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇടക്കും തലക്കും ഈ വണ്ടിയും വേറൊരു വണ്ടിയും അതേപോലെ അപ്പുറത്ത് നമ്മളെ പള്ളിയുടെ ആ ഭാഗത്തൊക്കെ ഉള്ള വണ്ടികളൊക്കെ പിന്നെ കഴുകുക. ഇതാകുമ്പോൾ സാലറിക്ക് പുറമെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഉണ്ടാക്കൽ നടക്കും. അങ്ങനെ ആവണം. ഇസ്ലാം ഭായ് ऐसा है ना? നമ്മളങ്ങനെ സ്കൂളിലെത്തിയിട്ട് ഇതാ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, പോയിട്ട് മാഡം വന്നു കഴിഞ്ഞാൽ മാഡത്തിനെ കൂട്ടിയിട്ട് പോകണം. ഇതാണ് സ്കൂള്. ഡ്രൈവർമാരൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് കുട്ടികളെ വിടുന്ന ആ സൈഡ്. ഇതൊന്നുമല്ല, ഇതിപ്പോൾ ഞാൻ നേരത്തെ വന്നുകൊണ്ടാണ് ഭയങ്കര തിരക്കുണ്ടാവലുണ്ട്. ഓക്കെ, നമുക്കിന്നേ മാഡത്തിനെ വിട്ടിട്ട് കാണാം ബാക്കി. ഇപ്പോൾ സമയം 1:35. 2 മദ്രസ ഉണ്ടെങ്കിലുള്ള പ്രശ്നം അതാണ്. ഇപ്പോൾ മാഡം വിളിച്ചിട്ട് പറഞ്ഞ് ലേറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 1:45 വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എടുക്കണമെങ്കിൽ കറക്റ്റ് 2 മണി. അവിടേക്ക് ഭയങ്കര ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് വെക്കേണ്ടി വരും. 2:10, 2:15 ആകുമ്പോഴത്തേനും. അപ്പോൾ എന്താകും, അതും ലേറ്റ് ആവും. ഇതെന്താണോ ഇന്ന് കുറച്ച് നേരം വൈകിക്കണേ. നമ്മൾ നേരത്തെ കാലത്ത് വന്നിക്കണേ, ഇപ്പോൾ വിടുന്നത് 1:45 വിട്ടിക്കണേ. എന്താണാവോ, എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇവിടെ എത്തിയപ്പത്തിനും 2:15 ആയിക്കണേ. കുട്ടികളൊക്കെ മറ്റേ ഏകദേശം പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി തള്ളിറങ്ങി പോയിക്കണേ. ഇനി നമുക്ക് എന്തായാലും കുട്ടികളെ എടുത്തിട്ട് വരാം. അങ്ങനെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 2:40 ആയി. വരുന്ന വഴിക്ക് കണ്ടൊരു വണ്ടിയാണിത്, ഡോഡ്ജിൻ്റെ. ഭയങ്കര ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഇത്, പക്ഷെ 7 സീറ്റാണ്. ആർക്കെങ്കിലും അറിയോ ഇതേതാ വണ്ടി എന്നുള്ളത്? അങ്ങനെ അതാ എത്തിപ്പെട്ടിരിക്കണത്. നമുക്ക് ഗ്ലാസ് മേടിക്കണം വീട്ടിലേക്ക്. മാഡം പറഞ്ഞ ചായക്കുള്ള കപ്പ് മേടിക്കണം എന്നാലൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഈ കളറിൽ സാധാ ഗ്ലാസിൻ്റെ ഇതിലുള്ളത് വേണം. ഇത് വൈറ്റ് അല്ലേ, അത് വേണ്ട. അത് നമുക്കുള്ളത് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ വേറെ കടയിൽ പോയി നോക്കണം. ഇതാണ് നമ്മളിവിടുത്തെ സിറ്റി സ്റ്റാർ. എല്ലാവിധ വീട്ടിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ പുതിയ കുക്ക്.
അപ്പൊ നമ്മളിത് അങ്ങനെ മദ്രസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ എന്തായി കിച്ചണിക്ക് എത്തി ഹെൽപ്പ് ചെയ്യാലോ എന്നുള്ള ഇത് നോക്കിയിട്ട് നോക്കുമ്പോ ഇവിടെ ഒന്നും ആയിട്ടില്ല. രണ്ടെണ്ണ ഏതൊക്കെ രണ്ട് ഇതിനെ പറ്റി എനിക്ക് தெரியாது. അപ്പൊ ഇന്ന് ചെയ്യാലോ ഇത് കുക്ക്. ഇത് സംഭവം നാട്ടില് കല്യാണ പണിക്ക് പോയിക്കതാ 100-150 ഉറുപ്പ്യന്റെ അല്ല 150 കിലോന്റെ ഇതൊക്കെ ചെയ്യണ ആളാണ്. അത് ഇത് പൊടിന്നൊക്കെ ഇത് ഒരു നിമിഷം ഉങ്കപ്പട്ടി ചൊല്ലട്ടും നാട്ടില് മറ്റേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാ, കല്യാണ പണിക്ക് പോയിട്ടുള്ള ആളാ. അപ്പൊ നമുക്ക് മക്രോണി അതേപോലെ തന്നെ മക്രോണി തഷ്രീബ് ഒന്നും ചെയ്യാൻ അറിയില്ല. അപ്പോ നമ്മള് ബിരിയാണി അല്ലാത്ത ബിരിയാണി സംഭവം സാറ് ബിരിയാണി ഇപ്പിടി എപ്പിടി ബിരിയാണി സംഭവം സാറ്. പക്ഷെ നമ്മളെ അറബി പോണ്ട് പൂച്ചന്റെ സൗണ്ട് ഇട്ടിട്ട് മൂപ്പര് പോകും. അപ്പോൾ അതിനുള്ള ഇത് ഇവിടുന്ന് കൊടുക്കും. അപ്പോൾ ബിരിയാണി ആള് സാറ് ഉണ്ടാക്കും. ബിരിയാണിക്ക് പറയുമ്പോൾ തഷ്രീബ്, മക്രോണി, ഷോർബ ഇതൊന്നും தெரியாது. അപ്പൊ ഇതൊന്നും അറിയില്ല മൂപ്പർക്ക്. അപ്പൊ ഇതെന്താ ഇന്ന് ഇങ്ങനെ ഇതെടുത്തിട്ട് പറയും പോടാ യൂട്യൂബിൽ പോട് ഹൗ ടു മേക്ക് എന്നെ ചൊല്ലും എന്നാ ഹൗ ടു മേക്ക് എന്ത് കിട്ടിയാലും ശരി. ഇപ്പൊ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ശരി ആദ്യം അടിക്കും ഹൗ ടു മേക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. ഇതായിക്കോട്ടെ ഷോർബ ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും ക്ലീൻ പണിട്ടാ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാ. നോക്കുമ്പോ ഒന്നൊന്നും ആയിട്ടില്ല. ഇത് തന്നെ അത് ചൂട് ഏടാ അത് ഉങ്ങൾക്ക്. ഇതാണ് തഷ്രീബ്. ഹൗ ടു മേക്ക് തഷ്രീബ്. ഇതാണ് തഷ്രീബ് കേട്ടാ. തണ്ണി കമ്മിയതാ ഇருக்கு. ലാസ്റ്റിലാ ഇപ്പൊ. അപ്പൊ ഇതാണ് പരിപാടി കൊടുത്തത്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഹെൽപ്പല്ലേ, ഇനി കുറച്ച് നേരം കൂടി പോയിട്ട് കിടന്നുറങ്ങാം. അതിനുശേഷം 4 മണിക്ക് നീച്ചിട്ട് ഗ്ലാസ് മേടിക്കാൻ വേണ്ടി പോകാണ്ട്. ഓക്കെ അപ്പൊ അണ്ണ നീങ്ക ചെയ്യും, ഞാൻ കൊഞ്ച നേരം പോയി തൂങ്ങട്ടോ. ഇത് എനിക്ക് தெரியாது. ഇത് നമ്മ നാട്ടിൽ ചെയ്യുന്ന മാതിരി എപ്പടി ചെയ്യും ഹൗ ടു മേക്ക് ഇതാ ഷാരിയ റക്കം വാഹിദ് ഷാരിയ. നാട്ടിൽ ചെയ്ത മാതിരി ചെയ്ത്. അപ്പൊ ഓക്കെ ஏதாவது போடுங்க ஆனா சாப்பிட முடியணும். അപ്പോൾ ഓക്കെ ബൈ. നമ്മളെ വൈകുന്നേരം ഗ്ലാസ് മേടിച്ച് ഗസ്തീറിൻ്റെ ഒരു ഇതും പാർസൽ ബോക്സും മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മളെ തള്ള മാഡത്തിന് മെസ്സേജ് അയച്ച് നോക്കുമ്പോൾ എടുക്കുന്നത് കാണാനില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തിരക്കിലാണെന്ന് തോന്നുന്നു. അതിന് പുറങ്ങാണെന്നുള്ളത് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മളെ ഇഷ്ടത്തിന് 2 ഗ്ലാസും മേടിച്ച് ഒരു ഗസ്തീറും മേടിച്ചിട്ട് നേരെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ സ്ഥിരം ഹയ്യാത്തുണ്ട്, മറ്റേ ഡ്രസ്സ് അടിക്കുന്ന ആൾക്കാർ, അവർക്കുള്ള നോമ്പുതുറയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളത് വണ്ടി കയറ്റുക, സാധനം പാക്ക് ചെയ്യുക, വണ്ടി കയറ്റുക, നേരെ കൊണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതാ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. നമ്മളെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കമാൽജിൻ്റെ വീടുണ്ടല്ലോ, അവിടെ നോമ്പുതറുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കിച്ചണിൽ പോയി നോക്കാം. ഓക്കെ, കിച്ചണിൽ ഇതാ വന്നതിനും സമൂസ ഉണ്ടാക്കുന്നുണ്ട്. സമൂസ ഇതാണ് നമ്മൾ ദോശ കറിയിൽ വെച്ച സംഭവം. കറിയിലിട്ട ദോശ. ഇതിന്റെ പേരെന്താ? അതിന്റെ പേരെന്താ? തസ്രീബ്. ഇതെടുക്ക്. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടി നമുക്ക് കാണാം. ഇനിതാ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഹൗ ടു മേക്ക് കുക്ക്. ഇതാണ് കുബൂസ് റഗാഗ് തസ്രീബ്. കറി ഉണ്ടാക്കിയിട്ട് ആ സംഭവം പൊട്ടിച്ചിട്ടിട്ട്
അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആ കറി ഒഴിച്ച് കൊടുക്കും. ഒന്ന് കുതിർത്തിയിട്ട് ഇടുന്ന സംഭവം. ചിക്കൻ ലെഗ് പീസ് എതൊക്കെ നോമ്പറക്ക സമയമായപ്പോഴത്തേനും നമ്മൾ ചെക്കൻ വന്നിട്ടുണ്ട്. ഡെല്ലി റെഡി ആയിട്ടുണ്ട്, മക്രോണി റെഡിയായി. ഇതാ ഇത് എന്നത് കപ്സ, സമൂസ, തഷ്രീബ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നോമ്പറക്കൽ നമ്മൾ ഷോർബ് കുടിച്ചിട്ട് നോമ്പറക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഉറക്കം അല്ലേ? ഉറക്കമൊന്നും ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കഴുകാനൊരു സമയം എടുക്കും. റെഡിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോമ്പറക്കൽ കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. ഇത് കണ്ടോ? ഇനിയിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കണം. അതിനിപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ മദ്രസയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രിയാണ് മദ്രസ. രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കുട്ടികൾക്ക് രാത്രിയാണ് മദ്രസ ഉള്ളത്. എന്നിട്ട് 8 മണിക്ക് കൊണ്ടുവന്ന് വിടും. 11 മണിക്ക് വിളിക്കാൻ വേണ്ടി വരും. ഇനിയിപ്പോൾ 8 മണി കഴിഞ്ഞു, 8:10 ഇനിയിപ്പോൾ 11 മണിക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടും കാണാം. അങ്ങനെ ഗാബ് കുടിക്കാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ഇത് കണ്ടത്, നല്ലൊരു. അപ്പോൾ നൈസായിട്ട് ഇതങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് രാത്രിക്കത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇതാ ഈ സാധനം തിരിച്ചു കൊടുക്കണം, നേരത്തെ മേടിച്ച ഗ്ലാസ്, അത് പറ്റിയില്ല. ഇനി ഇത് കഴിക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി പരിപാടി. ഓക്കെ, അങ്ങനെ ദാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ദാ വീട്ടിലെത്തിയപ്പോൾ അടുത്ത പണി ഈ താഴെ കാരണം ഈ സംഭവം ചൊറഞ്ഞ് കളയണം എന്നുള്ളത്. ബക്കറുണ്ട് ഇതാ അവിടെയൊക്കെ കാണുന്നത്. അപ്പം ഇനി ഈ പണി കുറച്ചുണ്ട്, ഇത് ഞങ്ങൾക്ക് ചെയ്യണം. എന്നിട്ട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി. സാ കുർക്കുർജി സാ അത്ത മാഫി സാ സാ. അങ്ങനെ ഓടി ഓടി ഒരു വഴിക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ 11 മണി. എന്താ കുട്ടികളെ വിളിക്കാൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. 11 മണിയായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ഒന്ന് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ. ഇനി വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമുക്ക് അവിടെ പോയാലും അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു റമദാൻ മാസത്തിലെ ഒരു ദിവസം ഹൗസ് ഡ്രൈവറിൻ്റെ. ഇന്നിപ്പോൾ അധികം പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇതാ കണ്ടോ, 11 മണിയായി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത പരിപാടി. ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഗസ്റ്റ് പുറത്തുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് തുർക്കി ഉണ്ടാക്കി കൊടുക്കണം. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് എന്താ പണി എന്നുള്ളത്. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല. നമുക്കപ്പത്തിനും ഒരാൾ വന്നിട്ടുണ്ട്, ഗസ്റ്റ്. അപ്പോൾ മൂപ്പർക്ക് നമ്മൾ എന്താക്കണം, തുർക്കി, ഇതാണ് തുർക്കിഷ് കോഫി. ഓക്കെ, തുർക്കി ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മളെന്താക്കി, ബക്കർ കഴിക്കുക. ഇപ്പോൾ കഴിക്കുന്നിടത്തൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താക്കി, മൂപ്പർക്ക് നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ്, അങ്ങനെയൊക്കെ തന്നെ ഓരോന്ന് പഠിക്കുക. തലയിൽ മുട്ടുമോ? ഇതാണ് തുർക്കിഷ് കോഫി. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ എന്താക്കുക, തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. സംഭവം ഒന്നിങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുർക്കി ഓക്കെ ആയി. തീന്ന് മാറ്റി വെക്കുന്നു, എടുത്ത് വെക്കുന്നു. ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ സംഭവത്തിൽ നിന്ന് മേലത്ത് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് ഇടും. കറക്റ്റ് അത് ഒഴിക്കലാൻ വേണ്ടി കഴിഞ്ഞു. എന്നിട്ട് ഇതാ അപ്പത്തിനും വന്നിട്ടുണ്ട്. താങ്ക് യു. ഇതിന് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ ഫുഡും അത്താഴമൊക്കെ ഒരുമിച്ചിട്ട് അങ്ങനെ കഴിക്കാം. മക്കളോട് ചോറുണ്ട്, എല്ലാം ഉണ്ട്.
ഇപ്പോൾ സമയം ഇതാ 12:45. അപ്പോൾ ഇനിയിപ്പോൾ അത്താഴത്തിന് നിൽക്കൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത്ര പണി കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം റമദാൻ മാസം കാലത്ത് വൈകുന്നേരം ഇറങ്ങല്, ഇശാ നിസ്കാരം തറാവീഹ് കഴിഞ്ഞവരെ ഇറക്കുക, സൂക്ക്. വേറെ ഒന്നുമല്ല, പെരുന്നാളിനുള്ളത് ഇപ്പം തന്നെ തുടങ്ങും. എന്നിട്ട് മേടിക്കും, തിരിച്ചു കൊടുക്കും. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ഹൗസ് ഡ്രൈവർമാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അധികം പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ മദ്രസ ഉണ്ട്. അപ്പോൾ രാവിലെ നീക്കണം, നേരത്തെ കാലത്ത് മീൻസ് ഒരു 8 മണിയാകുമ്പോഴത്തേനും നീക്കണം, 7:45. അത് കഴിഞ്ഞാൽ മദ്രസയിൽ പോകണം. ഇന്നത്തെ അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ഹൗസ് ഡ്രൈവർമാരുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ അടിക്കുക. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം.